ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. ഈ മാസം 20, 25 തീയതികളിലും അടുത്ത മാസം 1-നുമാണ് 5, 6, 7 ഘട്ടങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ്. അവസാന 3 ഘട്ടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രമുഖ നേതാക്കൾ നയിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ സജീവമായി പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി റായ്ബറേലി മണ്ഡലത്തിൽ ഇന്ന് പ്രചാരണം നടത്തി. ഡൽഹിയിൽ മെയ് 16, 17, 18 തീയതികളിൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് പരീക്ഷ എഴുതാനിരുന്ന വിദ്യാർത്ഥികൾ വെബ്സൈറ്റിൽ നിന്നും പുതിയ അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഈ മാസം 15-ന് വൈകിട്ട് 5 മണിക്ക് ശേഷം അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്തവർക്ക് ഈ നിർദ്ദേശം ബാധകമല്ല. ഡൽഹിയിൽ ഇന്നലെ നടക്കേണ്ടിയിരുന്ന പരീക്ഷ ഈ മാസം 29-ലേക്കാണ് മാറ്റിയത്. രജിസ്ട്രേഷൻ ഇല്ലാതെ ചാർധാം യാത്ര നടത്താൻ തീർത്ഥാടകരെ അനുവദിക്കില്ലെന്ന് ഉത്തരാഖണ്ഡ് ചീഫ് സെക്രട്ടറി രാധ റാതുരി. നിരവധി തീർത്ഥാടകരാണ് വർഷം തോറും രജിസ്ട്രേഷനില്ലാതെ ചാർധാം യാത്രയ്ക്കായി ഉത്തരാഖണ്ഡിലേക്ക് എത്തുന്നത്. ഇത് ചാർധാം യാത്രയുടെ രജിസ്ട്രേഷൻ നടപടികളെക്കുറിച്ച് അറിവില്ലാത്തതിനാലാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ജമ്മു കാശ്മീരിലെ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിൽ പ്രത്യേക ദർശനം ആഗ്രഹിക്കുന്നവർക്ക് ഹെലികോപ്റ്റർ സേവനമൊരുക്കി ക്ഷേത്ര അധികൃതർ. ജമ്മു മുതൽ സഞ്ജി ഛാദ് വരെയുള്ള ഹെലികോപ്റ്റർ സർവീസ് ജൂണിൽ ആരംഭിക്കും. ഭക്തർക്ക് തടസ്സങ്ങളില്ലാതെ തീർത്ഥാടനം നടത്തുന്നതിനായാണ് ഹെലികോപ്റ്റർ സർവീസ് ആരംഭിക്കുന്നത്. ഫ്രാൻസിന്റെ അധീനതയിലുള്ള ന്യൂ കാലിഡോണിയൻ ദ്വീപ് സമൂഹത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾക്കെതിരെ മേഖലയിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് നിന്ന് നൂറുകണക്കിന് മൈലുകൾ അകലെ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹമാണ് ന്യൂ കാലിഡോണിയ. പ്രതിഷേധം രൂക്ഷമായതിനെ തുടർന്ന് 130ഓളം പേരെ അറസ്റ്റ് ചെയ്തു. പ്രദേശത്ത് കൂടുതൽ പോലീസ് സംഘങ്ങളെ വിന്യസിക്കുമെന്ന് ഫ്രഞ്ച് സർക്കാർ അറിയിച്ചു. കേരളത്തിൽ ഈ മാസം 31-ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചക്രവാത ചുഴിയുടെ പ്രഭാവത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഡെങ്കിപ്പനിയെ നിയന്ത്രിക്കാം എന്ന സന്ദേശമുയർത്തി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പാണ് പരിപാടി സംഘടിപ്പിച്ചത്. മഴക്കാല രോഗ പ്രതിരോധ നിയന്ത്രണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പ് പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഇന്റർ സെക്ടറൽ കോർഡിനേഷൻ കമ്മിറ്റി യോഗവും ബോധവൽക്കരണ പ്രദർശനവും പരിപാടിയുടെ ഭാഗമായി നടന്നു. +1 പ്രവേശനത്തിന് നേറ്റിവിറ്റിയും ജാതിയും തെളിയിക്കുന്നതിന് SSLC സർട്ടിഫിക്കറ്റ് മതിയാകുമെന്ന് അധികൃതർ അറിയിച്ചു. പട്ടികജാതി, പട്ടികവർഗ, OEC വിദ്യാർത്ഥികൾ മാത്രമേ പ്രവേശന സമയത്ത് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതുള്ളൂ. ഈ ആവശ്യത്തിനായി നിരവധി അപേക്ഷകൾ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന ലഭിക്കുന്ന സാഹചര്യത്തിലാണ് അറിയിപ്പ്. സംസ്ഥാന ബാഡ്മിന്റൺ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സീനിയർ റാങ്കിംഗ് ടൂർണമെന്റ് മറ്റന്നാൾ ആരംഭിക്കും. ഈ മാസം 23 വരെ ചാത്തന്നൂർ ഈസിയാൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ 400ഓളം താരങ്ങൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് ഫലങ്ങളിൽ നിന്നുമാണ് സംസ്ഥാനത്തെ ടോപ്പ് സീഡുകളെ നിശ്ചയിക്കുന്നത്. 19 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള റാങ്കിംഗ് ടൂർണമെന്റും ഇതോടൊപ്പം നടക്കും. തിരുവനന്തപുരത്ത് ഭാര്യയുടെ കാൽമുട്ടിൽ ചുറ്റിക കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച ഭർത്താവ് അറസ്റ്റിൽ. പാലോട് കരുമൺകോട് വനമേഖലയിലേക്ക് ഭാര്യ ഷൈനയെ വിളിച്ചു വരുത്തിയ ശേഷമാണ് ഭർത്താവ് സോജി ഇന്ന് രാവിലെ ആക്രമണം നടത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ ഷൈനയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിൽ സ്വകാര്യ ബസ്സുകൾ നടത്തുന്ന അമിത വേഗതയും മത്സര ഓട്ടവും ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ പരിശോധിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ട്രാൻസ്പോർട്ട് കമ്മീഷണറും സംസ്ഥാന പോലീസ് മേധാവിയും 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ജൂണിൽ കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.